പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, വചനം കേൾക്കാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. വചനം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാര ശക്തികൾ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ വചനാഭിഷേകത്താൽ, വചനം തിരുവചനമെന്ന ശുശ്രൂഷയിലൂടെ അത്ഭുതകരമായ ഒരു ഡെലിവറൻസ് ഇത് കേൾക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായ വൻ വിജയമായ ഒരു സിനിമയുടെ പേരാണല്ലോ ബ്ലാക്ക് പാന്തർ. അച്ഛൻ ആ സിനിമ കണ്ടിട്ടില്ല. എങ്കിലും ആ സിനിമ വൻ വിജയമാണെന്നും അതിൽ അഭിനയിച്ച നടി ഇനി ലോകപ്രശസ്തയായ വലിയ ഒരു സിനിമാ നടിയായി തീരുമെന്നുമുള്ള ആ എഴുത്തുകൾ വായിക്കാനിടയായി. എന്നാൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിലെ നായികയായി അഭിനയിച്ച ഇനിയൊരു സിനിമാ ലോകത്തിൻ്റെ ഭാവി വാഗ്ദാനമായിട്ട് എല്ലാവരും പുകഴ്ത്തിയ ലെറ്റീഷ റൈറ്റ് എന്ന പെൺകുട്ടി പെട്ടെന്ന് തീരുമാനമെടുത്തു, ഞാൻ ഇനി അഭിനയിക്കില്ല. ലോകം അത്ഭുതപ്പെട്ടു. ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പെൺകുട്ടികൾ നെട്ടോട്ടം ഓടുന്ന ഈ കാലഘട്ടത്തിൽ പെട്ടെന്നൊരു സിനിമ കൊണ്ട് അതിപ്രശസ്തയാകുകയും ഇനി സിനിമാ ലോകം മുഴുവൻ അവളുടെ കാൽ കീഴിലായിരിക്കും എന്ന് ലോകം കരുതിയപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കില്ല. പത്രപ്രവർത്തകർ അവളുടെ ചുറ്റും കൂടി അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത്? അതിനുത്തരമായിട്ട് ലെറ്റീഷ്യ നൽകിയ കാരണങ്ങൾ കണ്ടപ്പോൾ പത്രപ്രവർത്തകർ അത്ഭുതപ്പെട്ടു. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളോ? ലെറ്റീഷ്യ പറഞ്ഞ കാരണം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ അറിയണ്ടേ? അവൾ പറഞ്ഞ കാരണം ഇതാണ്: ദൈവവുമായുള്ള വ്യക്തിബന്ധം നിലനിർത്താൻ വേണ്ടി ഞാൻ എൻ്റെ അഭിനയം നിർത്തുന്നു. ഉറപ്പായിട്ടും കുറേ ആൾക്കാർ പറഞ്ഞു കാണും അവൾക്ക് ഭ്രാന്താണെന്ന്, അവൾക്ക് കൗൺസിലിംഗ് വേണമെന്ന്. പക്ഷേ അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. UK-യിലെ ഒരു TV ഷോയിൽ വെച്ച് അവൾ തൻ്റെ പ്രേക്ഷകരോട് ഇങ്ങനെ പറഞ്ഞു, അഭിനയം എനിക്കൊരു വിഗ്രഹാരാധന പോലെ ആയിരുന്നു. പണവും പ്രശസ്തിയുമൊക്കെ എൻ്റെ പിന്നാലെ വന്നപ്പോൾ എൻ്റെ സൃഷ്ടാവായ ദൈവത്തെ ഞാൻ മറന്നുപോകും. ദൈവത്തിനേക്കാൾ പ്രാധാന്യം ഞാൻ മറ്റുള്ളവയ്ക്ക് നൽകും. പണത്തിനും സൗന്ദര്യത്തിനും പേരിനും പെരുമയും ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള എൻ്റെ ദൈവവിളി ഞാൻ മറന്നുപോകും. അതിനാൽ ഞാൻ സിനിമാ ജീവിതം ഉപേക്ഷിക്കുകയും ദൈവവുമായുള്ള എൻ്റെ വ്യക്തിബന്ധം മനസ്സിലാക്കാൻ ഞാൻ യാത്ര തുടരുകയുമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നാം ആരിൽ നിന്നും കേൾക്കാത്ത വാക്കുകളാണ് ആ ലെറ്റീഷ എന്ന നടിയിൽ നിന്ന്, അല്ല ആ യുവതിയിൽ നിന്ന് നാം കേട്ടത്. അഭിനയം എനിക്ക് വിഗ്രഹാരാധനയാണ്, അതെന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവവും ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധം തുടരാൻ വേണ്ടി അതിലേക്കുള്ള യാത്ര ഞാൻ ആരംഭിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച എൻ്റെ പേരും പെരുമയും എൻ്റെ പണവുമൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സ്വർണത്തിൻ്റെ ശുദ്ധി, അതിൻ്റെ മൂല്യം
കാണാൻ അല്ലെങ്കിൽ അളക്കാൻ എന്താണ് നാം ചെയ്യുന്നത്? നമ്മുടെ അമ്മമാരൊക്കെ ഉരകല്ലിൽ സ്വർണത്തിൻ്റെ മാറ്റ്, അതിൻ്റെ മൂല്യം കാണാൻ വേണ്ടി ഉരച്ചു നോക്കും. ഇന്ന് പല മാർഗങ്ങളും ലോകത്തിലുണ്ട് സ്വർണത്തിൻ്റെ ശുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ മാറ്റ് അളക്കാനായി. ആസിഡ് ഉപയോഗിക്കും, മറ്റ് പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ടെങ്കിലും BC 600 മുതലുള്ള ഒരു മാർഗമായിട്ടാണ് സ്വർണം ഉരകല്ലിൽ ഉരച്ചു നോക്കുന്നതായിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലറ്റീഷ്യ എന്ന സിനിമ നടി തൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം, തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം അവൾ ഉരച്ചു നോക്കി. അതിൻ്റെ തിളക്കവും അതിൻ്റെ മൂല്യവും അവൾ കണ്ടെത്തിയത് ക്രിസ്തുവിലാണ്. നമുക്കതിന് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ വിലയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിപ്പവും നാം അളന്നു നോക്കുന്നത് എന്തിലാണ്? നമ്മുടെ മുൻപിൽ വെറും ഒരു യുവതി നമുക്ക് കാണിച്ചു തരുന്ന മാതൃക, അവൾ തൻ്റെ ജീവിതത്തിൻ്റെ മാറ്റ്, അതിൻ്റെ മൂല്യം, അതിൻ്റെ വില അവൾ ഉരച്ചു നോക്കിയത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിൻ്റെ മുൻപിൽ വലുതെന്ന് കണ്ട കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് വലുതെന്ന് കണ്ട കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കുകയാണ്. അവൾ ഈ ലോകത്തിൻ്റെ കണ്ണുകൾക്കപ്പുറം കാണാൻ, ഈ ലോകം നൽകുന്ന കാഴ്ചകൾക്കപ്പുറം കാണാനുള്ള ഒരു ആത്മാവിൻ്റെ കണ്ണ് അവൾക്കുണ്ടായി. ആയതിനാൽ ലോകത്തെ മുഴുവൻ അവൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇന്നത്തെ യുവതി യുവാക്കന്മാർ നമുക്കറിയാം, പേരും പെരുമയും നേടിയെടുക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. ഏറ്റവും വലിയ ശാപം പോലെ കടന്നു വരുന്നത് പേരിനും പെരുമയ്ക്കും പണത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംസ്കാരത്തിലേക്ക് കടന്നു വരികയാണ്. കൊള്ളയും കൊള്ളിവയ്പും വഞ്ചനയും വ്യഭിചാരവും ജഡികാസക്തികളും സുഖത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലും. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്കാരം ശക്തി പ്രാപിക്കുമ്പോഴാണ് ഒരു മാലാഖയെപ്പോലെ ലറ്റീഷ്യ എന്ന ആ യുവനടി ഈ ലോകത്തിന് വലിയ ഒരു മാതൃക നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലറ്റീഷ്യയുടെ ജീവിതം എന്നെ കൊണ്ടെത്തിച്ചത് വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ്. ആരാണ് വിശുദ്ധ പൗലോസ്? അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നമുക്കറിയാം, സാവൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു യുവാവാണ് പൗലോസ്. ഒരു തീവ്രവാദിയെപ്പോലെ ആയിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുവാൻ, താൻ വിശ്വസിച്ചിരുന്ന തത്വചിന്തയ്ക്ക് വേണ്ടി അതിനെതിരെ വരുന്ന സകല വിധത്തിലുള്ള തത്വചിന്തകളെ തകർക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിരുന്നവനാണ് സാവൂൾ. അതിന് നേതൃത്വം നൽകിയവനാണ്. തല വെട്ടാനും കല്ലെറിഞ്ഞു കൊല്ലുവാനും മുൻപിൽ നിന്നവൻ. ആ തീവ്രവാദി ഡമാസ്കസിലേക്ക് പോകുന്നത് തന്നെ ആ ദേശത്തുള്ള ക്രിസ്ത്യാനികളെ കൊല്ലുവാനാണ്, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം തേടിയാണ്. അപ്പം അങ്ങനെ തീഷ്ണതയാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ തീവ്രവാദത്താൽ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എല്ലാവരും ആഗ്രഹിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ. നാം പല മേഖലകളിൽ പരക്കം പായുകയാണ്. നമ്മുടെ മകനെ ഡോക്ടറാക്കാൻ, നമ്മുടെ മകളെ എഞ്ചിനീയറാക്കാൻ പരക്കം പായുകയാണ്. അപ്പം അതിൻ്റെ മുൻപിൽ മറ്റെല്ലാം നാം മറക്കുകയാണ്. കുട്ടികൾക്ക് മൂല്യം കൊടുക്കാൻ, ദൈവത്തെ കൊടുക്കാൻ, ദൈവസ്നേഹത്തെ കൊടുക്കാൻ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കപ്പുറമുള്ള ഒരു മൂല്യവും
ഒരു അളവുകോലും കൊടുക്കാനായിട്ട് മാതാപിതാക്കളും മറന്നുപോവുകയാണ്. ഇന്ന് നാം ആഗ്രഹിക്കേണ്ടത് സാവൂളിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ ദൈവം ഇടപെട്ടതുപോലെ, ക്രിസ്തു ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഇടപെടൽ ആവശ്യമായിരിക്കുക. നമുക്കും ഒരു മാറ്റം ആവശ്യമാണ്. സാവൂള് പൗലോസായതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയൊരു അഭിഷേകം, ഒരു നവീകരണം, ഒരു വിശുദ്ധീകരണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ്. എന്താണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവിടെ ഒരു റാഡിക്കൽ എൻകൗണ്ടർ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനപ്പുറം ദൈവത്തെ പൗലോസ് സാവൂള് കണ്ടുമുട്ടുകയാണ്, അനുഭവിക്കുകയാണ്. അവൻ മോശയെപ്പോലെ കർത്താവിനെ അന്വേഷിച്ചു. തൻ്റെ മുൻപിൽ വന്ന് ഇടപെട്ട ദൈവത്തിനോട് സാവൂള് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ചോദിച്ച ചോദ്യമാണ്, അങ്ങ് ആരാണ്? മോശയ്ക്ക് ദൈവം പരിപൂർണമായ ഒരു വെളിപ്പെടുത്തൽ നൽകിയില്ല. നമുക്കറിയാം, മോശയ്ക്ക് കൊടുത്ത ഉത്തരം ഇതാണ്, ഐ ആം ഹൂ ഐ ആം, ഞാൻ ആരാകുന്നു അവനാകുന്നു. മോശയ്ക്ക് കാര്യം പിടികിട്ടിയില്ല എങ്കിലും മോശ ആ ദൈവവിളി സ്വീകരിക്കുകയാണ്. അബ്രഹാത്തിൻ്റെ ദൈവത്തെ, ഇസഹാക്കിൻ്റെ ദൈവത്തെ, യാക്കോബിൻ്റെ ദൈവമാണ് ആ ശക്തി എന്ന ബോധ്യത്തിലേക്ക് മോശ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരുടെ നേതാവായിക്കൊണ്ട് ഫറവോൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലാൻ തൻ്റെ കുറവുകളും തൻ്റെ ബലഹീനതകളും തൻ്റെ വിക്കും സംസാരിക്കാനുള്ള തൻ്റെ കഴിവില്ലായ്മയും ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ അബ്രഹാത്തിൻ്റെ ദൈവത്തെ, ഇസഹാക്കിൻ്റെ ദൈവത്തെ, യാക്കോബിൻ്റെ ദൈവത്തെ, ആ ദൈവവിളിയുടെ പിന്നാലെ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സാവൂളും ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ നസറേനായ യേശുവാണ് എന്ന് ആ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖം, ക്രിസ്തീയ മുഖം സാവൂളിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് എന്താണ്? തൻ്റെ പാപങ്ങളുടെ, താൻ ചെയ്ത ദ്രോഹങ്ങളുടെ ഫലമായിട്ട് ഒരു അന്ധതയിലേക്ക് സാവൂൾ പ്രവേശിക്കുക. കണ്ണുണ്ടായിട്ടും സാവൂളിന് കാണാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഇരുള് വന്ന് സാവൂളിനെ ബാധിച്ചിരിക്കുക. പക്ഷേ സാവൂള് ആ ഇരുള് ബാധിച്ചിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും നമ്മളെ ബാധിച്ചിരിക്കുക. നമ്മുടെ തഴക്കദോഷങ്ങൾ, നമ്മുടെ പാപബന്ധനങ്ങൾ, നമ്മുടെ മേലുള്ള ശാപങ്ങൾ, ഇതുമൂലം ഒരുപക്ഷെ കണ്ണുണ്ടായിട്ടും ഹൃദയമുണ്ടായിട്ടും നമുക്ക് കാണുവാനും സ്നേഹിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പലവിധ സൗകര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞിട്ടും നല്ല മനുഷ്യനാകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മൂല്യവും അളക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുതരം അന്ധത നമ്മളെ ബാധിച്ചിരിക്കുക. ഈ അന്ധത ബാധിച്ച സാവൂള് ദൈവത്തെ അന്വേഷിക്കുക, എനിക്കൊരു ഡെലിവറൻസ്, ഒരു വിടുതൽ ആഗ്രഹിക്കുക. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ആഗ്രഹിക്കേണ്ടതാണ് ഒരു ഡെലിവറൻസ്. വേറെ ആരുമല്ല അത് നൽകുന്നത്, ദൈവമാണത് നൽകുന്നത്. ദൈവം നൽകുന്നത് സ്വർഗത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് ദൈവവചനവും വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരുടെ സമൂഹങ്ങളുമെല്ലാം
നമുക്ക് ഡെലിവറൻസ് നൽകുന്ന ആയുധങ്ങളാണ്. ഇത് നാം അതിൽ ഉരച്ചു നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ദൈവവിളി ദൈവത്തിൻ്റെ മകനും മകളുമാകാനുള്ള ദൈവവിളിയാണ്. അപ്പോൾ നാം ഉരകല്ലിൽ ഉരച്ചു നോക്കണം. ദൈവവചനത്തിൽ, കൂദാശകളിൽ, വിശുദ്ധന്മാരുടെ ജീവിതങ്ങളിൽ, സഭയുടെ പാരമ്പര്യങ്ങളിൽ അതിൽ ഉരച്ചു നോക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. സാവൂള് മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നേരെ വരുന്നത് ദൈവപുരുഷനായ അനന്യാസിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ അനന്യാസിൻ്റെ സ്ഥിതി എന്താണ്? അനന്യാസ് ദൈവത്തിനോട് പറയുക, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചുവെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തിന്മയുടെ ഒരു വക്താവായിട്ടാണ് സാവൂൾ അറിയപ്പെടുന്നത്. നെഗറ്റീവ് എനർജി ബാധിച്ച ഒരാൾ, പാപത്തിന്, അതായത് ഒരുപാട് പേരെ കൊന്നൊടുക്കിയവൻ. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കാനുള്ള അധികാരം പുരോഹിതന്മാരിൽ നിന്നും അവൻ സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ശത്രുവാണ് സാവൂള്. കർത്താവ് ഉടനെ അനന്യാസിനോട് പറയുകയാണ്, നീ സാവൂളിൻ്റെ അടുത്തേക്ക് പോകുക. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രയേലരുടെ മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് സാവൂൾ. അപ്പം നോക്കിക്കേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ പല മാതാപിതാക്കളും വളരെയധികം വിഷമിക്കുന്നുണ്ട് അവരെ മക്കളെ ഓർത്ത്. പല മക്കളും മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, ധാർഷ്ട്യത്തിന്, അഹങ്കാരത്തിന്, സ്വാർത്ഥതയ്ക്ക്, ഇവർക്ക് എങ്ങനെയാണ് ഒരു മാനസാന്തരം വരിക, ഇവർക്ക് എങ്ങനെയാണ് ഒരു മാറ്റം വരിക എന്ന് വിഷമിക്കുന്ന ഒത്തിരി മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അപ്പം ഇവർക്ക് ഒരു മാറ്റം വരാനായിട്ട് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന് അത് സാധ്യമാണ്. അനന്യാസിനോട് പറയുക, അനന്യാസ്, ഇത്രയും നാള് ക്രിസ്ത്യാനികളുടെ ശത്രുവായിരുന്ന സാവൂളിനെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവൻ ഇനി പടപൊരുതാൻ പോവുകയാണ്. അപ്പോൾ വലിയൊരു റാഡിക്കൽ ചേഞ്ച് അവൻ്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണെന്ന് ദൈവം അനന്യാസിനെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ മകനും മകളും എല്ലാ കാലത്തും അവർ തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുമെന്ന് നാം കരുതേണ്ട. ദൈവത്തിനൊരു നിമിഷം മതി, ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ മതി, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ മതി. നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിക്കും. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്നും അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പം ഇത് തന്നെ നോക്കിക്കുക, ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയെ പൗലോസാക്കി മാറ്റുകയാണ്. പൗലോസ് ദൈവത്തിന് വേണ്ടി ചോര ചിന്തി, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം ബലി കൊടുത്തു. അനന്യാസ് സാവൂളുള്ള ഭവനത്തിലെത്തി അവൻ്റെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 9:18 നാം വായിക്കുന്നുണ്ട്. പൗലോസിനെ ബാധിച്ചിരുന്ന ഇരുട്ട് ചെതമ്പല് പോലെ അവനിൽ നിന്ന് വിട്ടുപോയി. അവനെ ബാധിച്ച നെഗറ്റീവ് എനർജി അവനിൽ നിന്ന് വിട്ടുപോയി. അവൻ്റെ കണ്ണിൽ നിന്ന് അത് അടർന്നു വീണു. അവന് കാഴ്ച കിട്ടി. ഈ തവണ അവന് ലഭിച്ച കാഴ്ച ഒരു ബയോളജിക്കലായിട്ടുള്ള കാഴ്ചയല്ല, ജ്ഞാനത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ കാഴ്ചയാണ്. അതൊരു വലിയ ഉൾക്കാഴ്ചയാണ്. ഇനി മുതൽ പഴയതുപോലെ ജീവിച്ചാൽ പോരാ
എന്നുള്ള ബോധ്യം കൊടുക്കുന്നൊരു കാഴ്ചയാണ്. തൻ്റെ ജീവിതം മാറ്റുരച്ചു നോക്കിയപ്പോൾ പൗലോസായി മാറിയ, പുതിയ അപ്പോസ്തലനായി മാറിയ സാവൂൾ, ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളായ പൗലോസ് ദൈവം നേരിട്ട് വിളിച്ച് വെളിപാട് കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അദ്ദേഹം കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനാണ്. ദൈവത്തിൻ്റെ വെളിപാടുകൾ മനസ്സിലാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ്റെ ജീവിതത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷെവലിയർ ബെന്നിപുന്നത്ര സാറ് ആത്മാവിൻ്റെ പ്രതിധ്വനികൾ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രശസ്തമായ ലൂവേൻ സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ഉന്നതമായ രീതിയിലാണ് ഡോക്ടറേറ്റ് നേടുന്നത്. മടങ്ങി വന്നപ്പോൾ ദൈവജനം കരുതിയത് ഏറ്റവും പ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ കൊളംബിയ സർവകലാശാലയിലോ അദ്ദേഹം അധ്യാപകനായി തീരും. കാരണം ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു അവിടെ പഠിപ്പിക്കാനായിട്ട്. കാരണം അത്രമാത്രം പണ്ഡിതനായ, അത്രമാത്രം ശ്രേഷ്ഠമായ രീതിയിലാണ് തത്വശാസ്ത്രത്തിൽ ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ വിജയം നേടിയത്. എന്നാൽ ഷീനച്ചൻ തൻ്റെ മെത്രാൻ എഴുതി തൻ്റെ ജീവിതത്തെ ഉരച്ചു നോക്കിയ, എന്താണ് തൻ്റെ ജീവിതം? മെത്രാൻ എഴുതി, പിതാവേ, ഞാൻ ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? കൊളംബിയ യൂണിവേഴ്സിറ്റി ആണോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണോ? മെത്രാൻ ഉടനെ മറുപടി എഴുതുക, പ്രിയപ്പെട്ട ഷീനച്ച, അച്ഛൻ 2 യൂണിവേഴ്സിറ്റികളിലേക്കും പോകേണ്ട. രൂപതയിലേക്ക് മടങ്ങി വന്ന് ന്യൂയോർക്കിലെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരു ഇടവകയിൽ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുക. ഇത് ഷീനച്ചനെ അറിയുന്ന എല്ലാവർക്കും വളരെ ഷോക്കായിരുന്നു. ഇത്ര വലിയ പണ്ഡിതനായ, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ച് പ്രൊഫസറായി തീരേണ്ട ആ ഷീനച്ചനെ ആർക്കും വേണ്ടാത്ത ഒരു ഇടവകയിൽ, പാവപ്പെട്ടവർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഇടവകയിൽ വെറും കൊച്ചച്ഛനാക്കാനോ? ജനങ്ങളും അച്ഛന്മാരടക്കം എല്ലാവരും അസ്വസ്ഥരായി. ഇത്രമാത്രം പണം ചെലവാക്കി പഠിപ്പിച്ചത് ഇതിനാണോ? എന്നാൽ ഷീനച്ചൻ യാതൊരു വിധിയിലും പിറുപിറുത്തില്ല. ഇതാണ് ദൈവത്തിന് തൻ്റെ മേലുള്ള ദൗത്യമെന്ന് ഷീനച്ചൻ മനസ്സിലാക്കി. ഷീനച്ചൻ അഭിമന്യ പിതാവ് നൽകിയ ആ ദൗത്യം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയാണ്. ഉടനെ തന്നെ പോയി അവിടുത്തെ കൊച്ചച്ഛനായി അദ്ദേഹം സേവനം ചെയ്തു. ഏറ്റവും സുദീർഘമായ രീതിയിലാണ് സേവനം ചെയ്തത്. ആ നാടിന് മുഴുവൻ വലിയ മാറ്റം കൊടുക്കാനായിട്ട് ഷീനച്ചന് സാധിച്ചു. ഉടനെ 3 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അഭിമന്യ പിതാവ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇനി മതി, ഇനി അച്ഛൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കണം. 3 വർഷം മുൻപ് ഞാൻ ആ യൂണിവേഴ്സിറ്റിക്ക് വാക്കുകൊടുത്തിരുന്നു അച്ഛനെ പഠിപ്പിക്കാൻ വിടാമെന്ന്. അപ്പോൾ ഷീനച്ചൻ സംശയത്തോട് ചോദിച്ചു, 3 വർഷം മുൻപ് പിതാവ് വാക്കുകൊടുത്തെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ 3 വർഷം ഈ ഇടവകയിലേക്ക് അയച്ചത്? അപ്പോൾ പിതാവ് ഇപ്രകാരം മറുപടി കൊടുത്തു അത്രേ, വലിയ വിജയം നേടി അച്ഛൻ ഡോക്ടറേറ്റ് നേടി, എന്നാൽ എളിമയുടെ കാര്യത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനുള്ള പരീക്ഷയിൽ അച്ഛൻ വിജയിച്ചു എന്നറിയണമായിരുന്നു. ഇപ്പോൾ അതിലും അച്ഛൻ വിജയിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ വ്യക്തികളുടെ ജീവിതമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നാം നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് അളന്നു നോക്കണം. ലറ്റീഷ എന്ന പെൺകുട്ടിയും ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീനുമൊക്കെ
തൻ്റെ ജീവിതത്തെ അളന്നു നോക്കിയത് ക്രിസ്തു എന്ന അളവുകോലുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ലോകത്തിൻ്റെ മുൻപിൽ അത്ഭുതങ്ങളായിട്ട് ജീവിക്കാൻ സാധിച്ചത്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം അളന്നു നോക്കുവാനാണ്. ക്രിസ്തുവിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് കണ്ടുപിടിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റം വരികയാണ്, വലിയൊരു അഭിഷേകം കിട്ടുകയാണ്. ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കാണുന്നതിനപ്പുറം കാണാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് അങ്ങനെ സാധിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്, അവരുടെ അസ്വസ്ഥതകൾ വിട്ടുപോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിന് അവിടുന്ന് ഉത്തരം കൊടുക്കണമേ. ഞങ്ങൾ പലപ്പോഴും പരക്കം പായുന്നത് ഞങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടിയാണ്. അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പരക്കം പാഞ്ഞ് പലപ്പോഴും ഞങ്ങൾ തകർച്ചകളിലാണ്. അതുകൊണ്ടാണ് മദ്യത്തിലും മയക്കുമരുന്നിലും ആത്മഹത്യകളിലും ദുർമരണങ്ങളിലും ഞങ്ങൾ പെട്ടുപോകുന്നത്. ജീവിതത്തിൽ ലക്ഷ്യം കാണാതെ ഞങ്ങൾ അലയുന്നത്. കർത്താവേ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരം അവിടുന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ലോകത്തിന് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ഈ ലോകത്തിന് അവിടുന്ന് ഉത്തരം കൊടുക്കണമേ, ലക്ഷ്യബോധം കൊടുക്കണമേ. സകലവിധ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആന്തരിക മുറിവുകളിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.